ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ ബിരിയാണിയാണ്. അതിന് വേണ്ടിയിട്ട് 1 കിലോ മട്ടൻ മീഡിയം സൈസാക്കി കട്ട് ചെയ്ത് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞതും 2 മീഡിയം സൈസ് ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞതും 3 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂട്ടിയിട്ട് ചതച്ചതും 4 പച്ചമുളക് ചതച്ചതും 2 പീസ് പട്ട 5-6 ഗ്രാമ്പൂ 10 ഏലക്ക ചതച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പ്, എണ്ണ, 1 കപ്പ് നല്ല കട്ടിയുള്ള തൈര്, കുറച്ച് മല്ലിയില. ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 3 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ പട്ട പൊടിച്ചത്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയുമാണ് ഇതിലേക്ക് വേണ്ടത്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോഴേക്ക് അതിലേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോഴേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ചതച്ചത് ഇട്ട് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് നല്ലതുപോലെ യോജിപ്പിച്ച് വഴറ്റാം. 2 മിനിറ്റ് നന്നായിട്ട് ഇളക്കിയ ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് നല്ലതുപോലെ ഇത് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഉള്ളി ഒന്ന് വഴണ്ട് വരുമ്പോഴേക്ക് മട്ടൺ ചേർത്ത് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കാം. 3 മിനിറ്റ് ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളിയും തൈരും ചേർത്ത് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് പുറത്തേക്ക് മല്ലിയില വിതറി ഈ പാത്രം മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ട് 1/2 മണിക്കൂർ ഇത് വേവിച്ചെടുക്കാം. വെള്ളം ഒട്ടും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ സമയം കൊണ്ട് ഇതിലേക്ക് ചേർക്കാനുള്ള റൈസ് തയ്യാറാക്കാം. ഞാനിവിടെ 1 കിലോ ലോങ് ഗ്രെയിൻ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ച് 1/2 മണിക്കൂർ കുതിരാനായിട്ട് മാറ്റി വെക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ ഷാജീരകം, 3 പീസ് പട്ട, 4 ഗ്രാമ്പു, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 3 ബേ ലീഫ്, 4-5 ഏലക്ക ചതച്ചത്, സാഫ്രോൺ 3 ടേബിൾ സ്പൂൺ പാലിൽ 1/2 മണിക്കൂർ കുതിർത്തതാണിത്, കുറച്ച് പുതിനയില ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് 4 എണ്ണം, പൈനാപ്പിൾ എസൻസ് 1 ടീസ്പൂൺ. 15 മിനിറ്റ് ആകുമ്പോഴേക്ക് ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന പുതിനയില ഇതിൻ്റെ പുറത്ത് ഇട്ട് കൊടുക്കാം. വീണ്ടും അടപ്പ് മൂടി 15 മിനിറ്റ് ഇത് വേവിച്ചെടുക്കാം. ഇതിവിടെ അരി കഴുകി ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കുറച്ചധികം വെള്ളം എടുത്ത് അത് തിളച്ച് തുടങ്ങുമ്പോഴേക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും ഷാജീര, പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ്, ഗരം മസാല പൊടി ഇത്രയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കണം. അരികൾ തമ്മിൽ ഒട്ടാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അരി ഇവിടെ 95% വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഊറ്റിയെടുക്കാം. ഇതിവിടെ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടപ്പൊന്ന് മാറ്റി നോക്കാം. മട്ടൺ ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് ഊറ്റി വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് പാലിൽ കുതിർത്ത സാഫ്രോൺ ഒഴിച്ചു കൊടുക്കാം. ഇതിന് പുറത്ത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും വിതറി കൊടുക്കാം. 1 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒരു ഫോയിൽ പേപ്പർ കൊണ്ട് മൂടി അതിന് പുറത്ത് കവർ ചെയ്ത് 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഇതിവിടെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് 15 മിനിറ്റിന് ശേഷം ഇത് ഓപ്പൺ ചെയ്തെടുക്കാം. ഇതിവിടെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് അടപ്പ് ഓപ്പൺ ചെയ്ത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. എല്ലാം ഇവിടെ പാകത്തിന് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. മട്ടൻ ബിരിയാണി ഇവിടെ തയ്യാറായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.